നമസ്കാരം. KMCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4 വർഷം എന്തിനാണ് സർക്കാർ പൂഴ്ത്തിവെച്ചതെന്ന് വ്യക്തമാക്കണമെന്ന് രമേശ് ചെന്നിത്തല. ആരെ സംരക്ഷിക്കുവാനാണ് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതെന്നും പ്രസക്ത ഭാഗങ്ങൾ പുറത്തു വന്നിട്ടില്ലെന്നും രമേശ് ചെന്നിത്തല. ഇതിനകത്തൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് അന്വേഷിച്ച് ഈ കോഗ്നൈസബിൾ ഒഫൻസ് പൂർണ്ണമായും പരിശോധിച്ച് എൻക്വയറി നടത്തി സേവ് AS കനാൽ പദ്ധതിയുടെ ഭാഗമായി ഞായറാഴ്ച വൈകിട്ട് കനാൽ നടത്തം സംഘടിപ്പിക്കുന്നു. മന്ത്രി P. പ്രസാദിന്റെ നേതൃത്വത്തിൽ ചേർത്തല PS കവലയ്ക്ക് സമീപം മുതൽ കുറിയമുട്ടം കായൽ വരെ 5 കിലോമീറ്റർ ദൂരമാണ് കനാൽ നടത്തം. അതിന് നല്ലവരായ എല്ലാ നാട്ടുകാരും സഹകരിക്കണം എന്ന് പറയുകയാണ്. അതുകൂടാതെ നാളെ നമ്മുടെ ഹരിതകർമ്മസേനക്കാരുണ്ടാകും, ഇവിടുത്തെ ഉദ്യോഗസ്ഥരുണ്ടാകും. ചേർത്തല നഗരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. ചേർത്തല KSRTC ബസ് സ്റ്റാൻഡിന് തെക്ക് വശമുള്ള റോഡിൽ വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് ആണ് ഗതാഗതക്കുരുക്കിന് കാരണം. ശാശ്വതമായ പരിഹാരം കാണണമെന്ന ആവശ്യം ഉയരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അഭിപ്രായം പറഞ്ഞാൽ സിനിമയിൽ നിന്നും പുറന്തള്ളപ്പെടുമെന്നത് അർഹിക്കുന്ന പുച്ഛത്തോടെ തള്ളുന്നുവെന്ന് നടൻ അനൂപ് ചന്ദ്രൻ. കുറ്റാരോപിതനായ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ തലസ്ഥാനത്ത് നിന്നും മാറി നിൽക്കണമെന്നും അനൂപ് ചന്ദ്രൻ. ഒരു അഭിപ്രായം നമ്മൾ പറഞ്ഞു എന്നുള്ളത് നീ മാറ്റി നിർത്തപ്പെടുമെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അതിനെ അർഹിക്കുന്ന പുച്ഛത്തോടെ തന്നെ തള്ളുകയാണ് നമ്മുടെ പരിപാടി. അതൊരു വശത്ത് അവിടെ നിൽക്കട്ടെ. വിശദമായ വാർത്തകൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4 വർഷം എന്തിനാണ് സർക്കാർ പൂഴ്ത്തിവെച്ചതെന്ന് രമേശ് ചെന്നിത്തല. ആരെ സംരക്ഷിക്കുവാനാണ് സർക്കാർ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതെന്നും പ്രസക്തമായ ഭാഗങ്ങൾ പുറത്തു വന്നിട്ടില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഈ കുറ്റവാളികളെ എന്തുകൊണ്ട് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല? കോൺക്ലേവും മറ്റു കാര്യങ്ങളൊക്കെ പിന്നെ ഇപ്പൊ കോൺക്ലേവിൽ ആരും പങ്കെടുക്കുന്നില്ലെന്നാ പറയുന്നത്. WCC പങ്കെടുക്കുന്നില്ല, അമ്മ പങ്കെടുക്കുന്നില്ല, പ്രതിപക്ഷം പങ്കെടുക്കുന്നില്ല. പിന്നെ ആരെ വെച്ചിട്ടാണ് ഈ കോൺക്ലേവ് നടത്തുന്നത്? തന്നെയുമല്ല, ഇന്നലെ അമ്മയുടെ നിലപാട് വളരെ സ്വാഗതാർഹമായ ഒന്നാണ്. അവർ ഈ കാര്യത്തിൽ കുറ്റക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറ്റക്കാരെ കണ്ടെത്തണം എന്നുള്ള നിലപാട് പറഞ്ഞത് വളരെ സ്വാഗതാർഹമായ കാര്യമാണ്. അപ്പൊ അവർ കൂടി പറഞ്ഞ സാഹചര്യത്തിൽ പിന്നെ സർക്കാർ എന്തിനാണ് മടിക്കുന്നത്? അപ്പോൾ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, അടിയന്തരമായി ഇതിനകത്തൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് അന്വേഷിച്ച് ഈ കോഗ്നൈസബിൾ ഒഫൻസ് പൂർണ്ണമായും പരിശോധിച്ച് എൻക്വയറി നടത്തി കുറ്റക്കാരുടെ പേരിൽ നടപടിയെടുക്കാനായി ഗവൺമെൻറ് മുന്നോട്ട് വരണം. അതാണ് ഈ കേസിനകത്ത് ഈ സംഭവത്തിൽ യഥാർത്ഥ കുറ്റവാളികളെയും നിരപരാധികളെയും നമുക്ക് വേർതിരിക്കാൻ കഴിയുന്ന ആ സന്ദർഭത്തിൽ മാത്രമാണ്. ഏതായാലും കേരളത്തിൻ്റെ സിനിമാ രംഗത്ത് ഇത്തരം തെറ്റായ പ്രവണതകൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു അന്തിമമായ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. മലയാള സിനിമ മോശമൊന്നുമല്ല. ദേശീയ തലത്തിൽ തന്നെ ധാരാളം അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ സിനിമകളാണ് മലയാള സിനിമ. സിനിമയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും മോശക്കാരാണെന്നുള്ള അഭിപ്രായം നമുക്ക് ആർക്കുമില്ല. പക്ഷേ യഥാർത്ഥ കുറ്റവാളികൾ ഇന്ന് രക്ഷപ്പെടുന്നു എന്നുള്ളതാണ്. അത് സർക്കാരിൻ്റെ ഈ നിലപാട് കൊണ്ടാണ് എന്ന കാര്യം വളരെ വ്യക്തമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പുറത്തുവിടണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. നിലവിലെ സാഹചര്യത്തിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന സാഹചര്യമാണ്. നിരപരാധികൾ ഒഴിവാകണമെങ്കിൽ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിടണമെന്ന് ചെന്നിത്തല പറഞ്ഞു. ഈ വിഷയത്തിൽ സർക്കാർ ഒളിച്ചുകളി നടത്തുന്നു. അന്വേഷണം നടത്തി കേസെടുക്കാൻ സാധിക്കുന്നതാണ്. കേസെടുക്കുക എന്നത് പോലീസിന്റെ സാമാന്യ ഉത്തരവാദിത്വമാണ്. കുറ്റവാളികളെ എന്തുകൊണ്ട് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സർക്കാരും സാംസ്കാരിക മന്ത്രിയും ശ്രമിക്കുന്നില്ലെന്നും ചെന്നിത്തല ചോദിച്ചു. ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ നിരപരാധിത്വം തെളിയിക്കാൻ രഞ്ജിത്തിന് അവകാശമുണ്ട്. അത് തെളിയിക്കുന്നതുവരെ രഞ്ജിത്ത് തൽസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം. ഇക്കാര്യത്തിൽ മന്ത്രിമാർ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നു. കേസെടുക്കാതിരിക്കാൻ പോലീസിന് മേൽ സമ്മർദ്ദം ഉണ്ടാവാമെന്നും ചെന്നിത്തല പറഞ്ഞു. ഒരു ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം രഞ്ജിത്തിനുണ്ട്. അതുവരെ അദ്ദേഹം മാറി നിൽക്കുകയാണ് നല്ലത്. അദ്ദേഹം ഇപ്പം സർക്കാരിൻ്റെ സ്ഥാനം വഹിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നിരപരാധിത്വം തെളിയിക്കാനുള്ള സന്ദർഭം ഒരുക്കുകയാണ് വേണ്ടതായിട്ടുള്ളത്. അത് സത്യമാണോ ശരിയാണോ എന്ന് നമുക്കറിയില്ല. ഒരാരോപണമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കുന്ന ഒരു ആരോപണത്തിൻ്റെ സത്യസ്ഥിതി പുറത്തു വരുന്നത് വരെ ഈ സ്ഥാനത്ത് മാറി നിൽക്കുന്നതാണ് ജനാധിപത്യ മര്യാദ എന്ന് പറയുന്നത്. സേവ് AS കനാൽ പദ്ധതിയുടെ ഭാഗമായി ഞായറാഴ്ച വൈകിട്ട് മന്ത്രി P. പ്രസാദിന്റെ നേതൃത്വത്തിൽ കനാൽ നടത്തം സംഘടിപ്പിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ KMCN വാർത്തയോട് പറഞ്ഞു.
കനാൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനാണ് മന്ത്രി പി പ്രസാദ് കനാലിന്റെ കരകൾ നടന്നു കാണുന്നതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ KMC വാർത്തയോട് പറഞ്ഞു. എല്ലാവർക്കും അറിയാവുന്നതുപോലെ 2.5 വർഷത്തിന് മുമ്പ് മാലിന്യമില്ലാത്ത ചേർത്തലയാക്കി മാറ്റുന്നതിന് വേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ 35 വാർഡുകളും നമ്മൾക്ക് ക്ലീൻ ചെയ്യുവാനായിട്ട് സാധിച്ചു. അതുകൂടാണ്ട് നഗരസഭയെ ക്ലീൻ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിച്ചു. പക്ഷേ തോടുകളിൽ ഇപ്പോഴും മാലിന്യങ്ങൾ കൂമ്പാരമായി ഇടുന്നതായിട്ടുള്ളൊരവസ്ഥ നമ്മുടെ ഇടയിലേക്ക് വരികയും അത് ശ്രദ്ധയിൽപ്പെട്ട അന്നു മുതൽ നമ്മൾ തോട് വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് പല പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തു. നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മുടെ തോട്ടിൽ വള്ളം ഇറക്കുകയും വള്ളത്തിൽ ഒരു ജീവനക്കാരനെ നിരന്തരം എന്ന് പറയുന്നത് പോലെ ആ മാലിന്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വള്ളക്കാരനെ നമ്മൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പക്ഷേ ആ വള്ളക്കാരൻ മാത്രം വിചാരിച്ചു കഴിഞ്ഞിട്ട് ആ തോട് വൃത്തിയാക്കി പോകുവാനായിട്ട് സാധിക്കാത്ത സാഹചര്യത്തിലാണ് ബഹുജനങ്ങളുമായിട്ടുള്ള ഒരു യാത്ര തുടരുവാനായിട്ട് സാധിച്ചത്. അതിൻ്റെ ഒരു സാധ്യത നാളെ ഉച്ചയ്ക്ക് 3 മണി തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ മന്ത്രിയോടും ഈ വിവരങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മന്ത്രിയും അതുപോലെ തന്നെ നമ്മുടെ ഇവിടങ്ങളിലുള്ളതായിട്ടുള്ള ജനനായകന്മാരടക്കം അതിനകത്ത് പങ്കാളികളാകുകയാണ്. എല്ലാ തുറകളിലുമുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ നാളെ ഈ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. അതിന് നല്ലവരായ എല്ലാ നാട്ടുകാരും സഹകരിക്കണം എന്ന് പറയുകയാണ്. ആദ്യഘട്ടമായി ചേർത്തല നഗരസഭാ പരിധിയിൽ PS കവലയ്ക്ക് സമീപം മുതൽ കുറിയമുട്ടം കായൽ വരെയുള്ള 5 കിലോമീറ്റർ ദൂരമാണ് നടക്കുന്നത്. ഞായറാഴ്ച പകൽ 4 മണിക്ക് PS കവലയിൽ നിന്ന് ആരംഭിച്ച് ഇരുമ്പ് പാലത്തിന് സമീപം നടത്തം അവസാനിക്കും. പൊതുജനങ്ങളും പാർട്ടി പ്രവർത്തകരും നടത്തത്തിൽ മന്ത്രിയോടൊപ്പം പങ്കാളികളാകും. ചേർത്തല നഗരത്തിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നു. ചേർത്തല KSRTC ബസ് സ്റ്റേഷന് തെക്കുവശമുള്ള റോഡിലെ വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് ആണ് ഗതാഗത കുരുക്കിന് കാരണമാകുന്നത്. ഇത് ചേർത്തല ബസ് സ്റ്റേഷന് തെക്കുവശത്തുള്ള റോഡിലെ ദൃശ്യങ്ങൾ. നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഇവിടെ റോഡ് മുറിച്ചു കടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. പലപ്പോഴും വാഹനങ്ങളുടെ നീണ്ട നിര തന്നെ കാണാം. ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന നോ പാർക്കിംഗ് ബോർഡുകളെല്ലാം നോക്കുകുത്തിയായി നിൽക്കുന്നു. പലവരും അധികാരികളുടെ ഭാഗത്തു നിന്ന് മുന്നറിയിപ്പുണ്ടായിട്ടും ഇരുചക്ര വാഹനങ്ങളെല്ലാം റോഡിന് സൈഡിൽ തന്നെ പാർക്ക് ചെയ്തിരിക്കുന്നു. സമയം ഏറെ എടുത്തു വേണം KSRTC ബസ്സുകൾക്ക് സ്റ്റാൻഡിലേക്ക് ഒന്ന് പ്രവേശിക്കാൻ. പലപ്പോഴും കാൽനട യാത്രക്കാർ പോലും റോഡ് മുറിച്ചു കിടക്കാൻ നന്നേ പാടുപെടുന്നു. ഇതിന് ശാശ്വതമായൊരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അഭിപ്രായം പറഞ്ഞാൽ സിനിമയിൽ നിന്നും പുറന്തള്ളപ്പെടുമെന്നത് അർഹിക്കുന്ന പുച്ഛത്തോടെ തള്ളുന്നുവെന്ന് നടൻ അനൂപ് ചന്ദ്രൻ. കുറ്റാരോപിതനായ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ തൽസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്നും അനൂപ് ചന്ദ്രൻ ആവശ്യപ്പെട്ടു. ഇത് ഈ സിനിമാ വ്യവസായം എന്ന് പറയുന്നത് ഇത് സിനിമ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ സന്തതിയാണ് സിനിമ. അത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഇല്ലാത്ത സ്ഥലത്ത് അത് ഫ്യൂഡലിസത്തിൻ്റെ സന്തതിയാണ്. അവിടെയൊക്കെ ഈ സമ്പത്താണ് സിനിമയെ നയിക്കുന്നത്. പക്ഷേ അതല്ലാതെ അറിവ് സിനിമയെ നയിക്കുന്ന 1-2 സ്ഥലമാണ്. ഒന്ന് പശ്ചിമ ബംഗാൾ, കേരളം, അങ്ങനെയൊക്കെ തുടങ്ങിയ ചില സ്ഥലങ്ങൾ അറിവാണ് സിനിമയെ. അപ്പോൾ അതുകൊണ്ട് തന്നെ തുലവും പരിമിതമാണ്. ഈ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തുലവും പരിമിതമാണ്, വളരെ കുറവാണ് നമ്മുടെ നാട്ടിൽ. ആ കുറവിനെ കൂടെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ടുള്ളത്. പിന്നെ എങ്ങും എവിടെയും ആരും കൊണ്ട് നമുക്ക് ഒഴിവാക്കാനോ ഒതുക്കി വെക്കാനോ പൂഴ്ത്തി വെക്കാനോ ഒന്നും സാധ്യമല്ല. ഒരാൾ സധൈര്യം പറയുകയാണ് എനിക്കിങ്ങനൊരു വേദന ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മാധ്യമവും സമൂഹവും ഭരണകൂടവും എല്ലാം അവളുടെ കൂടെ എന്ന ചരിത്രമല്ലേ നമുക്കുള്ളത്. രഞ്ജിത്ത് ചേട്ടനെ കുറിച്ച് ഒരു അഭിപ്രായം ഇങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഉത്തരവാദിത്തപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ വിദ്യാഭ്യാസ പശ്ചാത്തലത്തിൽ നിന്നൊരു പെൺകുട്ടിയാണ്. ആ കുട്ടി പറഞ്ഞതിനെ അത് അർഹിക്കുന്ന പരിഗണനയോടെ ഗൗരവത്തോടെ കൃത്യമായി അന്വേഷിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഭരണപക്ഷത്തെ മന്ത്രിമാരുൾപ്പെടെ ഇതിനെ എന്തുണ്ട്, എന്നാൽ സാംസ്കാരിക മന്ത്രി മാത്രമാണ് ഇതിനെ എതിർത്തിട്ടുള്ളത്. പക്ഷേ ഭരണപക്ഷത്തെ മന്ത്രിമാരുൾപ്പെടെ എതിർക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് കാണുന്നത്? അല്ല, മന്ത്രിമാരും പ്രതിപക്ഷവും അടച്ച് ഇതിനെ പുള്ളിനെ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. രാജിവെക്കണമെന്ന ഒരു ആരോപണം വന്ന ഉടനെ രാജിവെക്കുക എന്നുള്ളതല്ല. ഒരു പെൺകുട്ടി ഒരു ആരോപണം വന്നു, ഓക്കെ ശരി, അതിനെ നമ്മൾ അർഹിക്കുന്ന പരിഗണനയോട് വെക്കണം. അത് കഴിഞ്ഞാൽ ഈ ആരോപിതനായ വ്യക്തിയുണ്ടല്ലോ, ആ വ്യക്തിക്കും ചിലത് പറയാനുണ്ടാവുമല്ലോ.
മനസ്സിലായില്ലേ? പറയാനില്ലെന്ന് പറഞ്ഞു. ഇതിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ച് എന്തെങ്കിലും ഒന്നും പറയാനില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ധാർമ്മികത എന്ന് പറയുന്നൊരു സാധനം ആ വലിയ പദവി, അതായത് ഒരു നടിയെ ആക്രമിച്ചപ്പോൾ അതിൻ്റെ കൂടെ നിന്ന് അതിന് ഒറ്റക്കെട്ടായിട്ട് നിന്ന് അതിൻ്റെ ഉത്തരവാദിയായിട്ടുള്ള അതിൻ്റെ ഒരു ഗൂഢാലോചനയിൽ പങ്കാളിയാണ് എന്ന് കണ്ടുകൊണ്ട് ഒരു ജനപ്രിയ നായകനെ 85 ദിവസം 90 ദിവസം ജയിലിലിട്ട ഒരു ഭരണകൂടമാണ് അത്. ഒരു പക്ഷേ ഈ ലോകത്ത് ഒരു പക്ഷേ കേരളത്തിൽ മാത്രമേ ഉണ്ടാവൂ. ദിലീപ് ഏറ്റവും വലിയ പീഡനം അനുഭവിച്ച വ്യക്തിയാണ്. ആ സിറ്റുവേഷൻ ഈ സിറ്റുവേഷൻ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അങ്ങനെയല്ല. അങ്ങനെ അന്ന് ജയിലിൽ അങ്ങനെ ആ നടനെ ജയിലിൽ വിട്ടൊരു ഗവൺമെൻറ്റാണിത്. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായും ഒരു ധാർമ്മികത എന്ന് പറയുന്നത് രഞ്ജിത്തേട്ടൻ ഈ സമയത്ത് ഒഴിവായി നിൽക്കുന്നതാണ്. കാര്യം ഒരു എന്താ പറയുക, സ്ത്രീത്വത്തെ ഇത്രയേറെ ബഹുമാനിക്കുന്ന ഒരു ഭരണത്തിൻ്റെ അതിനൊരു കളങ്കം വരുത്താതിരിക്കാൻ അദ്ദേഹം രാജിവെക്കേണ്ടതാണ്. അദ്ദേഹം രാജിവെക്കുകയല്ല, അദ്ദേഹം മാറി നിന്നിട്ട് അന്വേഷണത്തെ നേരിടേണ്ടതാണ്. അല്ല, അങ്ങനെയല്ല. ഇതിനകത്തൊരു സംഭവിച്ചല്ല, ഞാൻ ബേസിക്കലി ഒരു കർഷകനാണ് എന്ന് ഒരുപക്ഷെ കേരളത്തിലെ മുഴുവൻ ആൾക്കാർക്കും അറിയാം. ഒരുപക്ഷെ എൻ്റെ ഉപജീവന മാർഗം കൃഷിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ 2 തൂമ്പയും 5 പശുവും 10 സെൻറ്റ് ഭൂമിയും ഉണ്ടെങ്കിൽ ഞാൻ ആഡംബരത്തോടെ ജീവിക്കുമെന്നാണ് എൻ്റെ അച്ഛൻ എന്നെക്കുറിച്ച് പറഞ്ഞൊരു കമൻറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അഭിപ്രായം നമ്മൾ പറഞ്ഞു എന്നുള്ളത് നീ മാറ്റി നിർത്തിപ്പെടുമെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അതിനെ അർഹിക്കുന്ന പുച്ഛത്തോടെ തന്നെ തള്ളുകയാണ് നമ്മുടെ പരിപാടി. അതൊരു വശത്ത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇങ്ങനെ ഒരു അഭിപ്രായം ഒരു സ്വാഭാവികമായും സമൂഹത്തിൽ ഞാൻ കൂടെ ഉൾപ്പെടുന്നൊരു മേഖലയിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് പ്രതികരിക്കേണ്ട എൻ്റെ ഉത്തരവാദിത്തമല്ലേ? ആരെങ്കിലുമൊക്കെ പ്രതികരിക്കുന്നു, എന്നാൽ ഞാൻ കൂടെ പോയി പ്രതികരിച്ചേക്കാം എന്നർത്ഥത്തിലല്ല. നമ്മൾ കൃത്യമായ ഒരു നിലപാടുള്ള ഉത്തരവാദിത്തപ്പെട്ട സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളെന്ന നിലയിൽ ഒരാൾക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ കൂടെ നിൽക്കുകയാണ് നമ്മുടെ മര്യാദ. അങ്ങനെയൊന്നും നിന്നിട്ടുണ്ട്, എക്കാലത്തും നിന്നിട്ടുണ്ട്. അതിനിപ്പോൾ ഒരു അവസരം നമുക്ക് നാളെ കിട്ടുമോ എന്നോ അല്ലെങ്കിൽ ഇങ്ങനെ വരുമോ, അവസരം അന്വേഷിച്ച് പോയി കിട്ടിയാളും അല്ല ഞാൻ. അവസരം അന്വേഷിച്ചിട്ട് പോയിട്ട് കിട്ടിയാളും അല്ല ഞാൻ. അങ്ങനെയല്ല. അതിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം സിനിമ ഒരു വ്യവസായ പ്രക്രിയ എന്നുള്ളതിനപ്പുറത്ത് സിനിമ ഒരു മാനവിക നന്മയ്ക്ക് ഉപയോഗിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്ന മനുഷ്യരാണ്. സമ്പത്തല്ല പ്രധാനം, അതുൽപ്പാദിപ്പിക്കുന്ന രസം, അതുൽപ്പാദിപ്പിക്കുന്ന രാഷ്ട്രീയമാണ് പ്രധാനം. അതാണ് എൻ്റെ പൊളിറ്റിക്സ്. അവസരം തേടിപ്പോയ ആളല്ല താൻ. സിനിമ ഒരു വ്യവസായ പ്രക്രിയ എന്നതിനപ്പുറത്ത് ഒരു മാനവിക നന്മയ്ക്ക് ഉപയോഗിക്കപ്പെടണം. സമ്പത്തല്ല പ്രധാനം, അത് ഉൽപ്പാദിപ്പിക്കുന്ന രസമാണ് പ്രധാനം. അതാണ് തന്റെ പൊളിറ്റിക്സ് എന്നും അനൂപ് ചന്ദ്രൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിന് കളങ്കം വരാതിരിക്കാൻ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനായ രഞ്ജിത്ത് തൽസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്നും അനൂപ് ചന്ദ്രൻ കൂട്ടിച്ചേർത്തു. ദേശീയപാതയിൽ പട്ടണക്കാട് വാഹനാപകടം. ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. കായംകുളം കരിയിലക്കുളങ്ങര അരിവണ്ണൂർ സുരേഷിന്റെ മകൻ ജഗത്താണ് മരിച്ചത്. പട്ടണക്കാട് ക്ഷേത്രത്തിന് സമീപം ശനിയാഴ്ചയായിരുന്നു അപകടം. ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ കാറ് ഇടിക്കുകയായിരുന്നു. ബൈക്ക് യാത്രക്കാരനായ കായംകുളം കരിയിലക്കുളങ്ങര അരിവണ്ണൂർ സുരേഷിന്റെ മകൻ ജഗത്താണ് മരിച്ചത്. ഡിവൈഎഫ്ഐ കരിയിലക്കുളങ്ങര മേഖലാ കമ്മിറ്റി അംഗമാണ് ജഗത്ത്. ഒപ്പമുണ്ടായിരുന്ന സഹോദരൻ ഋഷിദേവിന് പരിക്കേറ്റു. ഡാക് കമ്മ്യൂണിസ്റ്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി ചേർത്തല പോസ്റ്റൽ സബ് ഡിവിഷന്റെ നേതൃത്വത്തിൽ തപാൽ മേള സംഘടിപ്പിച്ചു. ചേർത്തല ടൗൺ അംഗൻവാടിയിൽ നടന്ന മേളയിൽ തദ്ദേശവാസികളായ നിരവധി പേർ പങ്കെടുത്തു. ചേർത്തല നഗരസഭ 13-ാം വാർഡും തപാൽ വകുപ്പും സംയുക്തമായി ചേർത്തല നഗരസഭ 13-ാം വാർഡിലെ 4-ാം നമ്പർ അംഗനവാടിയിൽ നടത്തിയ തപാൽ മേള കൗൺസിലർ രാജശ്രീ ജ്യോതിഷ് ഉദ്ഘാടനം ചെയ്തു. പോസ്റ്റ് മാസ്റ്റർ അനുമോൾ, ഡെപ്യൂട്ടി പോസ്റ്റ് മാസ്റ്റർ ബാലരാമൻ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് വിജിമോൾ, ചേർത്തല തപാൽ വകുപ്പിലെ മറ്റ് ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട വിവിധ സേവനങ്ങൾ ജനങ്ങളെ പരിചയപ്പെടുത്തി. വയനാട് ദുരിതബാധിതർക്ക് സഹായഹസ്തവുമായി വൈക്കം സ്വദേശി തന്റെ ഹോട്ടൽ കച്ചവടത്തിൽ നിന്ന് ലഭിച്ച 21 ലക്ഷത്തിലധികം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. ഇടവട്ടം സ്വദേശി VK മുരളീധരനാണ് തുക നൽകുന്നത്. വൈക്കം തലയോലപ്പറമ്പ് റോഡിലെ വടയാർ പുഴയോരം ഫുഡ് കോർട്ടിൽ ഭക്ഷണം കഴിക്കുവാനെത്തുന്നവർ വയനാട് ദുരന്തത്തിനിരയായവർക്ക് പുതുജീവനേകാൻ കൈത്താങ്ങായി മാറുന്നു. ഈ പുഴയോരത്ത് ഇരുന്ന് സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കാം. എന്നാൽ ഭക്ഷണത്തിന് നൽകുന്ന പണം എത്തിച്ചേരുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണെന്ന് മാത്രം. ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 24 വരെ ലഭിച്ച ഒരു മാസ കാലയളവിലെ തുകയാണ് വയനാടിന് കൈത്താങ്ങാകുന്നത്. മുംബൈ ആസ്ഥാനമായുള്ള VKM ഗ്രൂപ്പ് MDയും സീ ഫുഡ് എക്സ്പോർട്ടറുമായ വൈക്കം ഇടവട്ടം സ്വദേശി VK മുരളീധരനാണ് ഈ ഹോട്ടലിന്റെ ഉടമ. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തുന്നവരിൽ
പലരും വയനാട്ടിലെ ദുരിതബാധിതരുടെ കണ്ണീരൊപ്പാനുള്ള കരുതലാകുന്നതിന്റെ സന്തോഷവും പങ്കുവയ്ക്കുന്നുണ്ട്. ഇവിടെ വയനാട് മുണ്ടക്കൈ ദുരിതം അനുഭവിച്ചവർക്ക് വേണ്ടിയിട്ട് പുഴയോര ഫുഡ് കോർട്ട് ഒരു ഫണ്ട് ഇത് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞത്. ഏകദേശം 10-20 ലക്ഷം രൂപയോളം അവരടുത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്നത് അറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. അപ്പം അവർക്ക് വേണ്ട എല്ലാവിധ ആശംസകളും ഞാനും എൻ്റെ കുടുംബവും മറ്റെല്ലാവരും അവരുടെ പേരിൽ ഞങ്ങൾ അറിയിക്കുന്നു. നാടിന്റെ മഹാദുരന്തത്തിൽ തനിക്ക് ചെറിയ സഹായം നൽകാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ടെന്ന് ഹോട്ടലുടമ VK മുരളീധരനും പറഞ്ഞു. ഞായറാഴ്ച വൈകിട്ട് വടയാറിലെ പുഴയോരത്തെ ഭക്ഷണശാലയിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി VN വാസവൻ തുക ഏറ്റുവാങ്ങും. ഇടയ നാടകവേദിയായി ചേർത്തല KE കാർമൽ സ്കൂളിന്റെ രജത ജൂബിലിയോടനുബന്ധിച്ചായിരുന്നു നാടകോത്സവം നടത്തിയത്. വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറ മലയാള നാടക സാഹിത്യത്തിന് പരിചയപ്പെടുത്തിയ നവീന നാടകധാരയായ ഇടയ നാടകത്തിന് ചേർത്തല KE കാർമൽ സ്കൂൾ വേദിയായി. സ്കൂളിന്റെ രജത ജൂബിലിയോടനുബന്ധിച്ച് നടത്തപ്പെട്ട ഈ നാടകോത്സവം ആലപ്പി ഋഷികേശ് ഉദ്ഘാടനം ചെയ്തു. അച്ഛനെക്കുറിച്ച് ഞാൻ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ സത്യം പറഞ്ഞ അത്ഭുതമാണ്. ഇങ്ങനൊരു മനുഷ്യനിവിടെ ജീവിച്ചിരുന്നു എന്ന് പറയുന്നത് അത്ഭുതമാണ്. ഇപ്പൊ നമ്മുടെ ഈ കുഞ്ഞുങ്ങളെല്ലാം തന്നെ കയ്യൊക്കെ കെട്ടി എന്ത് രസമാണ് നിങ്ങളെ കാണാൻ. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് മൂട് കയറിയ നെക്കിരട്ടാണ് കുഞ്ഞുങ്ങൾ മിക്കവാറും എല്ലാം സ്കൂളിൽ വിടുന്നത്. ആർക്കും ഒരു രക്ഷയില്ല, ഗതിയില്ല. ആഹാരം എനിക്ക് തോന്നുന്നു ഉച്ച കഴിഞ്ഞാൽ ക്ലാസ്സിൽ ആരും തന്നെ ഉണ്ടാകാറില്ല. കാരണം ഉച്ച ഭക്ഷണം സ്കൂളിൽ നിന്ന് കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴേ പോവുകയാണ്. പഠിക്കാനല്ല, സത്യത്തിൽ കഞ്ഞി കുടിക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നത്. അത്ര ഗതികെട്ടൊരു കാലമുണ്ടായിരുന്നു നമുക്ക്. ഇപ്പോഴത്തെ പുതിയ കുട്ടികളോട് പറഞ്ഞാൽ നിങ്ങൾക്കാർക്കും അത് മനസ്സിലാകില്ല. കാരണം നിങ്ങളാരും ഇതൊന്നും അറിഞ്ഞിട്ടില്ല. നിങ്ങളെല്ലാം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ രക്ഷകർത്താക്കൾ പോലും അത് അറിഞ്ഞിരിക്കാൻ കാര്യമില്ല. ഇത് ഞാൻ പറയുന്നത് ഒരു 40-45 വർഷങ്ങൾക്ക് അപ്പുറമാണ്. സ്കൂളുകളൊക്കെ തന്നെയാണെങ്കിലും പഠിക്കാൻ വരുന്നതിന് മാത്രമാണ്, ആഹാരം കഴിക്കാനാണ് ഭക്ഷണം ഇവിടെ വന്നിട്ടുള്ളത്. ആ ഒരു കാലഘട്ടത്തിൽ, അതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഇവിടെ പണ്ട് ഒരുപാട് കള്ളന്മാരുണ്ടാകുമായിരുന്നു. ജോസഫ് മാരാരിക്കുളം മുഖ്യ പ്രഭാഷണം നടത്തി. ബ്ലോക്ക് മെമ്പർ സിന്ധു രാജീവ് ആശംസ അർപ്പിച്ച് സംസാരിച്ചു. കുട്ടികളിലെ കലാവാസനകളെ പരിപോഷിപ്പിക്കുന്നതിൽ ഇത്തരം ഉദ്യമങ്ങൾക്ക് മഹത്തായ സ്ഥാനമുണ്ട് എന്നതിൽ സംശയമില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ളതായിരുന്നു ഓരോ നാടക അവതരണവും. മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയവർക്ക് 20,000 രൂപയും പ്രശസ്തി പത്രവും ട്രോഫിയും കൈമാറി. 2ാം സ്ഥാനത്തിന് അർഹരായവർക്ക് 15,000 രൂപയും പ്രശസ്തി പത്രവും ട്രോഫിയും നൽകി. മത്സരാർത്ഥികളാകാതെ ആതിഥേയത്വം വഹിച്ച് നാടകം അവതരിപ്പിച്ച ചേർത്തല KE കാർമൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ പ്രകടനം പ്രശംസനീയമായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. സ്കൂൾ മാനേജർ റവറൻ ഫാദർ പോൾ തുണ്ടുപറമ്പിൽ CMI, പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ സാംജി വടക്കേടം CMI, വൈസ് പ്രിൻസിപ്പൽ ഷൈനി ജോസ്, ബർസാർ ഫാദർ സനു വലിയവീട്, റവറൻ ഫാദർ ഫ്രാൻസിസ് വള്ളപ്പുര CMI തുടങ്ങിയവരും പങ്കെടുത്തു. ചേർത്തല സഹകാർ മെഡിക്കൽസും നഗരസഭയും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സഹകാർ മെഡിക്കൽസിൽ നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ചേർത്തല നഗരസഭയും സഹകാർ മെഡിക്കൽസും വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും ചേർത്തല ടൗൺ റെസിഡൻസ് അസോസിയേഷനും സംയുക്തമായാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചേർത്തല സഹകാർ മെഡിക്കൽസിൽ നടന്ന ക്യാമ്പ് നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു. സ്ഥാപനം തുടങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാവരും വരികയും ഉദ്ഘാടനങ്ങളെല്ലാം നടത്തുകയും ചെയ്തു. അപ്പം അതിൻ്റെ ഉയർച്ചയിലാണ് ഞാൻ ആദ്യമേ തന്നെ വന്ന ഉടനെ തന്നെ എനിക്ക് സന്തോഷമുണ്ടായിരുന്നു. വേറൊന്നും കൊണ്ടൊന്നുമല്ല, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു പോയി കഴിയുമ്പോഴത്തേക്കും അത് നല്ല നിലയിലേക്ക് വരിക എന്നുള്ളത് ഞങ്ങളുടെയും കൂടി ഒരു പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ ആകട്ടെ നമ്മുടെ കേരളം മുഴുവനും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ മുഴുവനും സഹകാറിൻ്റെ വ്യാപ്തി വ്യാപിക്കട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയുന്നത്. ഇന്നിപ്പോൾ ഇവിടെ നമ്മുടെ സ്വാതപ്രസംഗം സൂചിപ്പിച്ചതുപോലെ ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ഇന്ന് അലയുന്നതായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കൊച്ചു കുട്ടികളടക്കം നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേക്കും അസുഖങ്ങൾക്ക് അടിമപ്പെട്ട് തന്നെ പോവുകയാണ്. അത് നമ്മുടേതായിട്ടുള്ള ഭക്ഷണ രീതികൾ അടക്കം വരുന്നതായിട്ടുള്ള പ്രശ്നങ്ങളാണ് എന്നുള്ളത് ഇപ്പോൾ ഇവിടെ നമ്മുടെ ഡോക്ടർ തന്നെ ഉണ്ട്. ഡോക്ടർ തന്നെ അതിനെപ്പറ്റി ചിലപ്പം ഒരു വിവരണം തരുമായിരിക്കും. പക്ഷേ പഴയ കാലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്കും പഴയ കാലങ്ങളിലുള്ളതായിട്ടുള്ള ആൾക്കാർ ഇന്നും വളരെ നല്ല രീതിയിൽ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഇന്നത്തെ യുവതലമുറ ആണ് കൂടുതൽ രോഗങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നത്. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ മെഡിക്കൽ സ്റ്റോറുകളുടെ എണ്ണം നമ്മൾക്ക് കൂടിക്കൂടി വരികയാണ്. ആരുടെയും കുറ്റം കൊണ്ടൊന്നുമല്ല. കാരണം ഒരു വീട്ടിൽ ഒരു പേഷ്യൻ്റ് ഇല്ലാത്തതായിട്ടുള്ള ഒരു വീടുകൾ നമ്മൾക്കില്ല എന്നുള്ളതാണ്.
ഇന്ന് ഇതെല്ലാം ഒരു കോമ്പറ്റീഷൻ തന്നെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചടങ്ങിൽ ആതുര സേവന രംഗത്ത് വളരെ വർഷത്തെ സേവനം അനുഷ്ഠിക്കുന്ന ഡോക്ടർ PR സത്യനെ ആദരിച്ചു. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 3 മണി വരെയായിരുന്നു ക്യാമ്പ്. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. തൈക്കാട്ടുശ്ശേരി MDUP സ്കൂളിലെ PTA-യും MPTA-യും സംയുക്തമായി സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃപ്പൂണിത്തറ RCMI ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. MDUP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് തൈക്കാട്ടുശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് B. ഷിബു ഉദ്ഘാടനം ചെയ്തു. എല്ലാ കാലത്തും അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ മികവ് ആ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രവൃത്തി ഇവിടെ തെളിയിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ഓണക്കാല പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു മനോഹരമായ തോട്ടമാണ് നേരെ സ്കൂളിൻ്റെ സമീപത്ത് അവരാരംഭിക്കുകയും നല്ല രീതിയിലുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നമുക്കറിയാം, ഏറ്റവും അധികം ആൾക്കാർ ഏറ്റവും കൂടുതൽ ഈ ദൃശ്യമാധ്യമങ്ങളിലൂടെ, അതേപോലെ തന്നെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും ശരി, ഈ മൊബൈൽ ഉപയോഗത്തിലൂടെ നമ്മുടെ കുട്ടികളടക്കമുള്ള ആൾക്കാർ അവർ ഒരുപാട് സ്ട്രെയിനാണ് കണ്ണിന് കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് നേത്രരോഗികൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലൊരു സംരംഭം നമ്മുടെ സ്കൂളിൻ്റെ പരിസരത്ത്, ഒരുപാട് ജനങ്ങൾ താമസിക്കുന്ന നമ്മുടെ ഈ പരിസരത്ത് ഇങ്ങനൊരു ക്യാമ്പ് സംഘടിപ്പിക്കുക വഴി നമ്മുടെ ഈ സ്കൂളിൻ്റെ പരിസരത്തുള്ള, അല്ലെങ്കിൽ ഈ തൈക്കാട്ടുശ്ശേരി പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഒരുപാട് പേർക്ക് അത് പ്രയോജനകരമായി തീരും. നല്ലൊരു ക്യാമ്പായി ഇത് മാറുകയാണ്. നമുക്കറിയാം, ഈ ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രവർത്തനം, ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ സ്കൂളിൻ്റെ PTA പ്രസിഡന്റ് രാജേഷ് അതിൻ്റെ മുൻകൈ എടുക്കുകയും നല്ല രീതിയിലുള്ള പ്രവർത്തനം, ഇതിനു മുമ്പും നമ്മുടെ സ്കൂളിൽ ഇതേപോലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നേരത്തെ തിമിരം എന്ന് പറയുന്നത് ഒരു 50 വയസ്സ് കഴിഞ്ഞ് 60 വയസ്സൊക്കെ ആകുമ്പോഴാണ് തിമിരം എന്ന് പറഞ്ഞ അസുഖം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ഗൗരിനാഥ ക്ഷേത്രത്തിനടുത്ത് ഒരു നേത്ര ചികിത്സ പരിശോധന ഇതേപോലെ ക്യാമ്പ് നടത്തിയപ്പോൾ 35 വയസ്സുള്ളവർ 30 വയസ്സുള്ളവർക്ക് അടക്കം ഈ 2 കണ്ണിനും തിമിരം ബാധിച്ച അവസ്ഥയിലാണ്. കാര്യം അങ്ങനെ ഒരു ക്യാമ്പ് നടത്തിയത് കൊണ്ട് അത് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു. സ്കൂൾ മാനേജർ KR അപ്പുക്കുട്ടൻ നായർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ റെജിമോൻ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. സ്കൂൾ HM ചിത്രാവർമ്മ സ്വാഗതവും PTA പ്രസിഡന്റ് TR രാജേഷ് നന്ദിയും പറഞ്ഞു. ക്യാമ്പിൽ വിലക്കുറവിൽ കണ്ണടകളും സൗജന്യമായ മരുന്നുകളും വിതരണം ചെയ്തു. 100ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4 വർഷം എന്തിനാണ് സർക്കാർ പൂഴ്ത്തിവെച്ചതെന്ന് വ്യക്തമാക്കണമെന്ന് രമേശ് ചെന്നിത്തല. ആരെ സംരക്ഷിക്കുവാനാണ് റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചതെന്നും പ്രസക്ത ഭാഗങ്ങൾ പുറത്തു വന്നിട്ടില്ലെന്നും രമേശ് ചെന്നിത്തല. ഇതിനകത്തൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് അന്വേഷിച്ച് ഈ കോഗ്നൈസബിൾ ഒഫൻസ് പൂർണ്ണമായും പരിശോധിച്ച് എൻക്വയറി നടത്തി. സേവ് AS കനാൽ പദ്ധതിയുടെ ഭാഗമായി ഞായറാഴ്ച വൈകിട്ട് കനാൽ നടത്തം സംഘടിപ്പിക്കുന്നു. മന്ത്രി P. പ്രസാദിന്റെ നേതൃത്വത്തിൽ ചേർത്തല PS കവലയ്ക്ക് സമീപം മുതൽ കുറിയമുട്ടം കായൽ വരെ 5 കിലോമീറ്റർ ദൂരമാണ് കനാൽ നടത്തം. അതിന് നല്ലവരായ എല്ലാ നാട്ടുകാരും സഹകരിക്കണം എന്ന് പറയുകയാണ്. അതുകൂടാതെ നാളെ നമ്മുടെ ഹരിതകർമ്മസേനക്കാരുണ്ടാകും, ഇവിടുത്തെ ഉദ്യോഗസ്ഥരുണ്ടാകും. ചേർത്തല നഗരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നു. ചേർത്തല KSRTC ബസ് സ്റ്റാൻഡിന് തെക്ക് വശമുള്ള റോഡിൽ വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് ആണ് ഗതാഗതക്കുരുക്കിന് കാരണം. ശാശ്വതമായ പരിഹാരം കാണണമെന്ന ആവശ്യം ഉയരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അഭിപ്രായം പറഞ്ഞാൽ സിനിമയിൽ നിന്നും പുറന്തള്ളപ്പെടുമെന്നത് അർഹിക്കുന്ന പുച്ഛത്തോടെ തള്ളുന്നുവെന്ന് നടൻ അനൂപ് ചന്ദ്രൻ. കുറ്റാരോപിതനായ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ തലസ്ഥാനത്ത് നിന്നും മാറി നിൽക്കണമെന്നും അനൂപ് ചന്ദ്രൻ. ഒരു അഭിപ്രായം നമ്മൾ പറഞ്ഞു എന്നുള്ള നീ മാറ്റി നിർത്തപ്പെടുമെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അതിനെ അർഹിക്കുന്ന പുച്ഛത്തോടെ തന്നെ തള്ളുകയാണ് നമ്മുടെ പരിപാടി. അതൊരു വശത്ത് അവിടെ നിൽക്കട്ടെ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.